ലാസ്റ്റ് ക്ലാസ്സില് നമ്മള് കുറെ മൈക്രോബയോളജി ഓരോ ഫീൽഡിന്റെ ഫൗണ്ടിങ് ഫാദേഴ്സ് ആരെന്നുള്ള കുറച്ച് രണ്ടു ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൽ കുറച്ച് കൺഫ്യൂഷൻ വന്നോന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങേര് ടേബിൾ ഓഫ് ദാറ്റ്. സോ ദീസ് ആർ ലൈക് മെയിൻ ഫീൽഡിന് നിങ്ങൾ പറഞ്ഞതിന് ഞാൻ ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് ഡൗട്ട് ഞാൻ നോക്കിയപ്പം ആകെ കുറച്ചൊരു കൺഫ്യൂഷൻ വന്ന ഏറ്റവും ലാസ്റ്റ് രണ്ടെണ്ണം മാത്രം, ഫാദർ ഓഫ് ഇൻഫെക്ഷസ് ഡിസീസും ഫാദർ ഓഫ് ബാക്ടീരിയോളജിയിൽ മാത്രം ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ കൺഫേംഡ് ആയിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഒരു ടെക്സ്റ്റ് ബുക്സിലൊക്കെ നോക്കിയപ്പം ഇവരെന്നെയാന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഫാദർ ഓഫ് മൈക്രോബയോളജി ആൻഡ് ഫാദർ ഓഫ് പ്രോട്ടോസോളജി അത് ആന്റൺ വൺ ല്യൂവൻഹുക്ക് ആണ്. Father of medical microbiology is Louis Pasteur. Then father of immunology is Edward Jenner. Father of medicine, Hippocrates. Father of virology, M.W. Beijerinck. ഇൻഫെക്ഷസ് ഡിസീസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസസില് റോബർട്ട് കോച്ച് എന്നാണ് കൊടുത്തത്. പക്ഷെ അത് വേറെ അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ അങ്ങനെ സൈറ്റ്സിൽ കണ്ടില്ല. പിന്നെ ബാക്ടീരിയോളജിയിൽ ചെറിയ കൺഫ്യൂഷൻ, രണ്ടുപേരും ല്യൂവൻ ഹുക്ക് എന്ന് പറയുന്നുണ്ട്, റോബർട്ട് കോച്ച് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിൽ മാത്രമേ ചെറിയ കൺഫ്യൂഷൻ ഉള്ളൂ. ബാക്കിയുള്ള ഇതൊക്കെ ഇവരെന്നെയാണെന്നാണ് ഉള്ളത്. പിന്നെ ഐ ഓൾസോ ആഡഡ് ടേബിൾ കുറച്ച് ആൾക്കാരുടെ സയന്റിസ്റ്റുകളുടെ പേരും അവരുടെ നോബൽ പ്രൈസ് കിട്ടിയ വർക്ക് ഏതാന്ന് കൊടുത്തിട്ടുണ്ട്. സോ കാരി മില്ലിസിന് നോബൽ പ്രൈസ് കിട്ടിയത് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് കണ്ടുപിടിച്ചതിനാണ്. ദെൻ പിന്നെ ഇമ്പോർട്ടന്റ് സ്റ്റാൻലി ബി പ്രിസണർ ആണ് പ്രിയോൺസിന് ഡിസ്കവർ. സോ പ്രിയോൺസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രോട്ടീൻ, ഇൻഫെക്ഷസ് പ്രോട്ടീൻ പാർട്ടിക്കിൾ മാത്രമുള്ള പാർട്ടിക്കിൾസ് ആണ് പ്രിയോൺസ് എന്ന് പറയുന്നത്. ദെൻ മാർഷൽ ആൻഡ് വാറൻ ഹെലിക്കോബാക്ടർ പൈലോറി ഡിസ്കവറി ചെയ്തു. ദെൻ ഹാരൽഡ് ഹോസൻ ഡിസ്കവറി ഓഫ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. HIV വൈറസിന് ഡിസ്കവർ ചെയ്തത് സിനോസി ആൻഡ് മൊണ്ടാഗ്നിയോ. ദെൻ സ്റ്റെയിൻമാൻ ആണ് ഡെൻഡ്രിറ്റിക് സെൽസിനെ ഡിസ്കവർ ചെയ്തത്. ആൻഡ് പെഡ്ലർ ആൻഡ് ഹോഫ്മാൻ conducted studies on innate immunity. Right. ഇതിൽ ഇനിയും വേറെ കുറെ വർക്കുകൾ ഉണ്ട്. അത് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കുറച്ചുകൂടെ കണ്ടുപിടിച്ചിട്ട് ടേബിൾ ആക്കിയിട്ട് ലാസ്റ്റ് തരാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യൻസ്, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the first human disease proved to have a viral etiology was option A tuberculosis, option B leprosy, option C yellow fever, or option D cholera. ഇതിൽ ഏതിലാണ് ആദ്യമായിട്ട് വൈറൽ ഡിസീസ് ഏതാണെന്നാണ് കണ്ടുപിടിച്ചത്? ഇതിൽ വൈറൽ കോസിംഗ് ആയിട്ടുള്ള ഡിസീസ് ഫസ്റ്റ് ഏതാണ് ഡിസ്കവർ ചെയ്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. Any idea? Okay. Yellow fever. Yes. The correct answer for this is option C, yellow fever. Viral etiology എന്ന് പറയുമ്പോൾ a disease that is caused by a virus. അതിനാണ് viral etiology എന്ന് പറയുന്നത്. ഇപ്പം 1901 വോൾട്ടർ റീഡ് ആണ് യെല്ലോ ഫീവർ വൈറസ് ആണ് കോസ് ചെയ്യുന്നതെന്ന് ആദ്യമായിട്ട് കൺഫേം ആക്കിയത്. സോ ആൻഡ് ദിസ് ഇസ് ട്രാൻസ്മിറ്റഡ് ബൈ ദി മസ്കിറ്റോ ഈഡിസ് ഈജിപ്തി. അപ്പൊ ഇവിടുത്തെ വെക്ടർ എന്ന് പറയുന്നത് ഈഡിസ് ഈജിപ്തി ആണ്. യെല്ലോ ഫീവർ ഇസ് എ വെക്ടർ ബോൺ വൈറൽ ഡിസീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the malarial parasites in humans was first recognized by option A Alphonse Leveran, option B Agostino Bassi, option C Theodore Wilhors, or option D Robert Koch. Leveran. Right. So any other options? Okay. So the correct answer for this is option A Alphonse Leveran. ഒരു ഫ്രഞ്ച് മിലിറ്ററി ഫിസിഷ്യൻ ആയിരുന്നു. ഹി ഡിസ്കവേർഡ് ഐഡന്റിഫൈഡ് മലേറിയൽ പാരസൈറ്റ് ഇൻ 1880. അപ്പൊ മലേറിയയില് ഇവിടെ മെയിൻ ആയിട്ടുള്ള ക്ലിനിക്കൽ സിംറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫെക്റ്റഡ് പേഷ്യൻസിൽ, മലേറിയ ഇൻഫെക്റ്റഡ് പേഷ്യൻസിന്റെ റെഡ് ബ്ലഡ് സെൽസിന് ഉള്ളിലാണ് പാരസൈറ്റ്സിനെ കാണാൻ പറ്റുക. അപ്പം ആൻഡ് ഹി ഐഡന്റിഫൈഡ് ദിസ് ആസ് ദി പ്രോട്ടോസോവൻ പാരസൈറ്റ് പ്ലാസ്മോഡിയം. ഇത് പ്രോട്ടോസോവൻ പാരസൈറ്റ് ആണ്, പ്ലാസ്മോഡിയം ആണ് ഇതിന്റെ കോസിറ്റീവ് ഏജന്റ്. ആൻഡ് ഇതിന് അദ്ദേഹത്തിന് 1907 നോബൽ പ്രൈസ് ഇൻ ഫിസിയോളജി ഓർ മെഡിസിൻ നോബൽ പ്രൈസ് കിട്ടി. Then Agostino Bassi
സിൽക്വം ഡിസീസിന്റെ ഫംഗൽ കോസ് ആണ്. സിൽക്വം ഡിസീസ് കോസ് ചെയ്യുന്ന ഫംഗസിനാണ് ഐഡന്റിഫൈ ചെയ്തത്. ദെൻ തിയഡോർ വിൽഹാർസ് ആക്ച്വലി ഷൈസോസ്റ്റോമിയാസിസ് എന്ന് പറഞ്ഞ ഡിസീസിന്റെ പാരസൈറ്റിക് ഏജന്റ് ആയിട്ടുള്ള ഷൈസോസ്റ്റോമിനെയാണ് ഡിസ്കവർ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The pathogenic role of fungi was first demonstrated by option A, James Paget, option B, Agostino Bassi, option C, Alfred Dorn, or option D, Alphonse Leveran. ഫംഗൽ ഡിസീസ് ആദ്യമായിട്ട് ഡിസ്കവർ, അതായത് ഫംഗസ് ഡിസീസ് ഉണ്ടാക്കും എന്ന് ആദ്യമായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചത്. Okay. Any idea? Right. So the correct answer for this is option B, Agostino Bassi. Agostino Bassi 1835 ആണ് ഡിസ്കവറി മുന്നോട്ട് വെച്ചത് ദാറ്റ് ഒരു ഫംഗസിന് ഡിസീസ് ഉണ്ടാക്കാൻ പറ്റും. സോ ഇദ്ദേഹം സിൽക്വം ഡിസീസ് അല്ലെങ്കിൽ മസ്കാർഡിൻ എന്ന് പറയുന്ന സിൽക്വം ഡിസീസ് ആണ് പഠനം നടത്തിയത്, വിച്ച് വാസ് കോസ്ഡ് ബൈ എ ഫംഗസ് ബുവേറിയ ബസിയാന. അപ്പം ഇത് വെച്ചിട്ട് ഇയാൾ പ്രൂവ് ചെയ്തു, അതായത് ഫംഗസും പാത്തോജനിക് ആണെന്ന് കണ്ടെത്തി. പിന്നെ അത് ജേം തിയറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബേസിസ്, അതേപോലെ തന്നെ ലൂയി പാസ്റ്ററിന്റെ വർക്ക്സിനൊക്കെ കുറച്ചൊരു ഫൗണ്ടേഷൻ ആയിട്ട് ഇത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ഓപ്ഷൻസിൽ ജെയിംസ് പാഗറ്റ് ആക്ച്വലി കണ്ടക്ടഡ് സ്റ്റഡീസ് ഇൻ പാഗറ്റ്സ് ഡിസീസ് വിച്ച് അഫക്ട്സ് ബോൺ. ദെൻ ആൽഫ്രഡ് ഡോൺ ഒരു ട്രൈക്കോമോണസ് വെജൈനാലിസ് എന്ന് പറഞ്ഞ പ്രോട്ടോസോവനാണ് ഡിസ്കവർ ചെയ്തത്. അൽഫോൺസ് ലെവറൻ ഡിസ്കവർഡ് പ്ലാസ്മോഡിയം, മലേറിയൽ പാരസൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്മോഡിയത്തിനാണ് ഡിസ്കവർ ചെയ്തത്. ഇപ്പം ഫംഗൽ ഡിസീസ് ആദ്യമായിട്ട് ഡിസ്കവർ ചെയ്തത് അഗസ്റ്റിനോ ബാസി, മസ്കാഡിൻ എന്ന് പറഞ്ഞ സിൽക്വം ഡിസീസിന്റെ പോസിറ്റീവ് ഏജന്റ് ആയിട്ടുള്ള ബുവേറിയ ബസിയാനയാണ് ഡിസ്കവർ ചെയ്തത്. Next question. Tuberculosis bacteria produce immediate hypersensitivity. Option B, endotoxin. Option C, delayed hypersensitivity. Or option D, all of the above. Tuberculosis എന്ത് തരം ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് ഉണ്ടാക്കുന്നത്? ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസിൽ ഏത് തരം റെസ്പോൺസ് ആണ് ഉണ്ടാക്കുന്നതാണ് ചോദിച്ചത്. Delayed hypersensitivity. Right. So the correct answer for this is option C, delayed hypersensitivity. For tuberculosis എന്ന് പറയുന്നത് this is caused by Mycobacterium tuberculosis. ഇവര് ഒരു ടൈപ്പ് 4 ഹൈപ്പർസെൻസിറ്റിവിറ്റി റിയാക്ഷൻ അല്ലെങ്കിൽ ഡിലേഡ് ടൈപ്പ് ഹൈപ്പർസെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ് ട്രിഗർ ചെയ്യുന്നത്. സോ ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കിയാൽ ഇതൊരു സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. സെൽ മീഡിയേറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ളത് ടി സെൽസ് ആണ്. അതിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് ടി ഹെൽപ്പർ സെൽസ് അല്ലെങ്കിൽ CD4+ സെൽസ്, രണ്ടും ഒന്നിനെയാണ് സൂചിപ്പിക്കുന്നത്. CD4+ സെൽസ് അല്ലെങ്കിൽ ടി ഹെൽപ്പർ സെൽസ്, അതാണ് ഇവിടെ മെയിൻ ആയിട്ട് ഇൻവോൾവ് ആയിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻ കാരണം എന്താണ് ഇൻഫെക്റ്റഡ് പേഷ്യൻസിൽ ഗ്രാനുലോമ അല്ലെങ്കിൽ ട്യൂബർക്കിൾ ഫോം ചെയ്യുന്നുണ്ട്. ഇവിടെ കൺഫർമേറ്ററി ടെസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മാൻടു ടെസ്റ്റ് അല്ലെങ്കിൽ ട്യൂബർക്കുലിൻ ടെസ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഡിലേഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി യൂസ് ചെയ്തിട്ടാണ് ഈ ടെസ്റ്റ് വർക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ജസ്റ്റ് ടൈപ്സ് ഓഫ് ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻസ് നോക്കാം. ഇമ്മ്യൂണോളജിയിൽ വരുന്നതാണ്. പ്രധാനമായിട്ട് 4 ടൈപ്പ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ആണ് വരുന്നത്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ആൻഡ് ടൈപ്പ് 4. ഓരോന്നും ഓരോ ഇമ്മ്യൂൺ സെൽസ് അല്ലെങ്കിൽ ഇമ്മ്യൂൺ കോമ്പണൻസ് ആണ് ഈ ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻസ് മീഡിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രിഗർ ചെയ്യുന്നത്. So type 1 hypersensitivity reaction is mediated by immunoglobulin E antibody ആണ്. Type 2 IgG or IgM. Type 3 antigen antibody complex. അപ്പോൾ ഇവിടെ ഏത് തരത്തിലുള്ള ആന്റിബോഡീസും ഇൻവോൾവ് ആവാം. Type 4 is mediated by T cells. പിന്നെ ആന്റിജന് ഒരു ഫീച്ചേഴ്സ് ഉണ്ട്. സോ ടൈപ്പ് 1 ഇൻവോൾവ് ആയിട്ടുള്ള ആന്റിജൻ സോലുബിൾ ആന്റിജൻ ആയിരിക്കും. അതായത്
ബ്ലഡിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്ലൂയിഡ്സിലോ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുന്ന ആന്റിജൻസ് ആയിരിക്കും ഇവിടെ ട്രിഗർ ചെയ്യുന്ന ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ. ടൈപ്പ് 1 കൂടുതലും അലർജിക് റിയാക്ഷൻസ് ആണ് ട്രിഗർ ആവുന്നത്. ഇമ്മീഡിയറ്റ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻസ് ഒക്കെ ഇവിടെയാണ് വരുന്നത്. ആൻഡ് ഇമ്മീഡിയറ്റ് ഫേസ് ആണ്, പെട്ടെന്ന് ഒരു 8 to 12 hours തന്നെ ഈ ഇമ്മ്യൂൺ അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻ ട്രിഗർ ആവും. എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ആനാഫൈലാക്സിസ്, ഹേ ഫീവർ, ഫുഡ് അലർജീസ്, ഡ്രഗ് അലർജീസ്, എക്സിമ, ആസ്മ, ഇതൊക്കെ ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ് ട്രിഗർ ചെയ്യുന്നത്. Then moving on to type 2, which is mediated by IgG or IgM. ഇവിടെ സെൽ ബൗണ്ട് ആയിട്ടുള്ള ആന്റിജൻ ആണ് ഉണ്ടാവുന്നത്. അതായത് ഒരു ടി സെൽ ഉണ്ടായിരിക്കും, നമുക്കൊരു ആന്റിജൻ മൊത്തത്തിലൊരു സെല്ലായിട്ട് ഉണ്ടായിരിക്കും. അപ്പം സെല്ലിന്റെ പുറത്തുള്ള ഏതെങ്കിലും സർഫസ് ആന്റിജൻ ആണ് ഇവര് റെക്കഗ്നൈസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്ക് സൈറ്റോടോക്സിക് ടി സെൽ ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. സൈറ്റോടോക്സിക് ടി സെല്ലിന്റെ പുറത്ത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി, IgG അല്ലെങ്കിൽ IgM ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം അവരാണ് ഈ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ആക്ടിവേറ്റ് ആക്കുന്നത്. സോ ഇത് ആക്ടിവേറ്റ് ആവാൻ കുറച്ച് അവേഴ്സ് ടു ഡേയ്സ് എടുക്കും. എക്സാമ്പിൾസ് ഇൻവോൾവ് അക്യൂട്ട് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, പിന്നെ ഹീമോലൈറ്റിക് ഡിസീസ്, എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്നൊക്കെ പറയും. അതൊക്കെ ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ആണ്. ദെൻ യു ഹാവ് ടൈപ്പ് 3. ഇവിടെ ആന്റിജൻ ഒരു സോലുബിൾ ആന്റിജൻ ആയിരിക്കും. അപ്പം ഇവിടെ എന്താ വെച്ചാൽ ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സസ് പോയിട്ട് വേറെ ഏതെങ്കിലും ടിഷ്യൂസിൽ, ഇതാണ് ആന്റിജൻ ആന്റിബോഡി കോംപ്ലക്സ് ആണ്, അത് വേറെ ഏതെങ്കിലും ടിഷ്യൂസിലൊക്കെ പോയിട്ട് ഡെപ്പോസിറ്റ് ആവും. അപ്പം അവിടേക്ക് വേറെ കുറച്ച് ന്യൂട്രോഫിൽസ് എന്ന് പറഞ്ഞ സെല്ലുകളൊക്കെ വന്ന് റിക്രൂട്ട് ആവും. എന്നിട്ട് അവിടെ ഇൻഫ്ലമേഷൻ ഒക്കെ വരും. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ്, പോസ്റ്റ് സ്ട്രെപ്റ്റോകോക്കൽ ഗ്ലോമെറുലോനെഫ്രിറ്റിസ്, പിന്നെ എറിത്രോമെറ്റോസിസ്. ലാസ്റ്റ് വൺ യു ഹാവ് ടൈപ്പ് 4, വിച്ച് ഇസ് മീഡിയേറ്റഡ് ബൈ ടി സെൽസ്. ടി ഹെൽപ്പർ സെൽസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്. ഇവിടെ രണ്ട് തരത്തിലുള്ള ആന്റിജൻസ് ഇൻവോൾവ് ആവും. സോലുബിൾ ആന്റിജൻസ് ആവാം, അല്ലെങ്കിൽ സെൽ ബൗണ്ട് ആന്റിജനും ആയിരിക്കാം. സോ ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാല് നമ്മുടെ ആന്റിജൻസ് ഒന്നെങ്കിൽ സോലുബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ സെൽ ബൗണ്ട് ഇങ്ങനത്തെ ആയിരിക്കാം. അത് ടി ഹെൽപ്പർ സെൽസ് ആയിട്ട് ബൈൻഡ് ചെയ്യും. അപ്പൊ അവര് സൈറ്റോകൈൻസ് റിലീസ് ചെയ്യും. ടി ഹെൽപ്പർ സെൽസ് സൈറ്റോകൈൻസ് റിലീസ് ചെയ്യും. സൈറ്റോകൈൻസ് പോയിട്ട് നമ്മുടെ ബോഡിയിലെ വേറെ ഒരു ഇമ്മ്യൂൺ സെൽ ഉണ്ട്, മാക്രോഫേജസ് എന്ന് പറയുന്നത്. ഈ മാക്രോഫേജസ് അപ്പം ആക്ടിവേറ്റ് ആവും. മാക്രോഫേജസ് നമ്മുടെ പാത്തജനെ ഇല്ലാണ്ടാക്കും. എക്സാമ്പിൾസ് ഇമ്മോഡൽ എക്സാമ്പിൾസ് കോണ്ടാക്ട് ഡെർമറ്റൈറ്റിസ്, ഗ്രാഫ്റ്റ് റിജക്ഷൻ, ദെൻ ട്യൂബർക്കുലിൻ ടെസ്റ്റ്. ഇവിടെയൊക്കെ വരുന്നത് ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ആണ്. സോ അത്രയേ ഉള്ളൂ ഹൈപ്പർ സെൻസിറ്റിവിറ്റി